الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും ദുനിയാവിൽ അല്ലലില്ലാത്ത അലട്ടലില്ലാത്ത ഒരു ജീവിതം നൽകുകയും ഓരോ ഘട്ടത്തിലും നമ്മോട് ചോദിക്കാതെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാഥനായ റബ്ബ് മരണാനന്തര ജീവിതത്തിൽ സുഖാനുഭൂതിയുടെ ലോകമായ സ്വർഗം നൽകി നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 2023 നമ്മൾ നിന്ന് വിട പറയുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തെ പല രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമാണ് ചിലർക്കെങ്കിലും 2023. ചിലരെ സംബന്ധിച്ചിടത്തോളം 2023 ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ സമ്മാനിച്ച വർഷമായിരിക്കും. ജീവിതത്തിൽ ലാഭവും അതുപോലെ തന്നെ നഷ്ടവുമൊക്കെ ഉണ്ടായ ഒരു വർഷമാകാം 2023. എത്രയെത്ര പിഞ്ചുമക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അവരുടെ മാതാപിതാക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്
2023. എത്രയെത്ര മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സ്നേഹനിധികളായ അവരുടെ കരളിൻ്റെ ഭാഗമായ മക്കൾ ആ വർഷം വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിൽ നിന്ന് തന്നെ നമ്മളോട് സഹവസിച്ച, നമുക്കറിയാവുന്ന, നമ്മളോട് സ്നേഹം പങ്കിട്ട, വർത്തമാനങ്ങൾ പറഞ്ഞ എത്രയെത്ര ആളുകൾ കഴിഞ്ഞ ഒരു വർഷം വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കുവാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന നമുക്ക് ഇപ്പോഴും ഒരു ജീവിതമുണ്ട് എന്നത് നാം തിരിച്ചറിയുകയും ആ ജീവിതം നമുക്ക് പിടിച്ചെടുക്കാതെ നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നന്ദിയോടുകൂടി സ്മരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇനി എനിക്കുള്ളത് എന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. പുതുവത്സരത്തിലേക്ക്, അതായത് 2024 പ്രവേശിക്കുന്നത് ആഘോഷിക്കാനും ആനന്ദിക്കാനുമായി പ്രത്യേക പരിപാടികൾ എല്ലാ ഭാഗത്തു നിന്നും ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുതുവത്സരം ആഘോഷിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാലോചനകളിലൂടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. യുവസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുതുവത്സരാഘോഷം ഏതു സമയത്ത് എവിടെ വെച്ച് ആരോടൊപ്പമാണ് എന്നത് യുവാക്കളും വിദ്യാർത്ഥികളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നാം ഓർത്തു നോക്കുമ്പോൾ നമ്മുടെ ചുമരിൽ 2023 എന്ന തലക്കെട്ടുള്ള ഒരു വർണ്ണ മനോഹരമായ ഒരു കലണ്ടർ തൂക്കിയത് ഒരു വേള ഇന്നലെയായിരുന്നു എന്ന് നമ്മൾ ഓർത്തു പോകുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് സമയം നമ്മളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനും ആനന്ദിക്കാനും ആർഭാടങ്ങളിൽ ഏർപ്പെടാനുമുള്ളതല്ല, മറിച്ച് ഭയപ്പാടോടുകൂടി നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ട സത്യവിശ്വാസികൾ. ഒന്നാമതായി, ഒരു വർഷം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സമയത്തിൻ്റെ വിലയാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കുന്നത് സമയത്തിൻ്റെ വിലയാണ്. സമയത്തിനൊരു വിലയുണ്ട് എന്നത് നമുക്കറിയാം. എത്രയെത്ര ജീവിതഘട്ടങ്ങളിലാണ് മണിക്കൂറുകൾ വൈകിപ്പോയതിൻ്റെ കാരണത്താൽ, മിനിറ്റുകൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണത്താൽ, ഒരു സെക്കൻഡ് താമസിച്ചു പോയ കാരണത്താൽ ജീവിതത്തിൽ എത്രയോ നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ഉത്ബുദ്ധരായിട്ടുള്ള ഒരു സമൂഹത്തോടാണ് സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ വിലയെക്കുറിച്ച് താബി പണ്ഡിതനായ ഇമാം ഹസനുൽ ബസരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കൊണ്ട് മനുഷ്യ സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കാവുന്ന ഒട്ടേറെ ആപ്തവാക്യങ്ങൾ ആ മഹാപണ്ഡിതൻ്റെ പേരിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കുക. അദ്ദേഹം സമയത്തിൻ്റെ വില പഠിപ്പിക്കുവാൻ വേണ്ടി ഒരിക്കൽ പറയുകയാണ്, മാമിൻ യൗമിൻ യുൻഷിഖൽ ഫജ്റഹു ഇല്ലാ വയുനാദി യബ്ന ആദം അന ഖൽഖുൻ ജദീദുൻ വഅലാ അമലികി ഷഹീദുൻ ഫതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. ഇമാം ഹസനുൽ ബസ്രി പറയുകയാണ്, ഓരോ ദിവസത്തിൻ്റെ പ്രഭാതം ഇപ്രകാരം വിളിച്ചു പറയും. എന്താ പറയുന്നത്? യബ്ന ആദം, ആദമിൻ്റെ സന്തതി, അന ഖൽഖുൻ ജദീദുൻ, ഞാനിതാ നിന്റെ മുന്നിൽ ഒരു പുതിയ സൃഷ്ടിയാണ്, ഒരു പുതിയ ദിവസമാണ്. വഅലാ അമലികി ഷഹീദുൻ, നാളെ നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷി പറയും. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് ഞാനാകുന്ന ഈ ദിവസത്തെ നീ പരമാവധി ഉപയോഗപ്പെടുത്തുക, ഞാനാകുന്ന ദിവസത്തെ നീ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാനാകുന്ന ഈ ദിവസം
ഇന്ന് അവസാനിച്ച്, ഇന്നത്തെ സമയം അവസാനിച്ച് നിന്നെ വിട്ട് പിരിഞ്ഞു പോയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെയും തിരിച്ചു വരികയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ വർഷങ്ങൾ, കഴിഞ്ഞുപോയ മാസങ്ങൾ, കഴിഞ്ഞുപോയ മണിക്കൂറുകൾ, കഴിഞ്ഞുപോയ സെക്കൻഡുകൾ, അത് നമ്മളിൽ നിന്ന് പോയത് തന്നെയാണ്, തിരിച്ചു വരികയില്ല. ഇനി നമ്മുടെ മുന്നിലുള്ള ആയുസ്, വരാനിരിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസത്തെയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്, ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളത്. ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളതാണ്. പല സദസ്സുകളിൽ, പല സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് തിരക്കായി പോയി, സമയം തികയുന്നില്ല എന്ന പരാതിയാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പക്ഷേ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങളും ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. സത്യത്തിൽ നമ്മുടെ മുന്നിലൂടെ 24 മണിക്കൂർ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നമുക്ക് നൽകിയ ആ ആയുസ്സിനെ, ആ സമയത്തെ ഏറ്റവും ഫലവത്തായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രിയമുള്ളവരെ നാം പരിശോധിച്ച് നോക്കണം. പരാതി പറയുന്നതിലല്ല കാര്യം. കിട്ടിയ സമയം ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ദുനിയാവിലെ സമ്പാദനത്തോടൊപ്പം തന്നെ, ദുനിയാവിലെ കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ, നാളെ പാരത്രിക ലോകത്ത് ഒറ്റയ്ക്ക് ഖബറിൽ നമ്മൾ കിടക്കേണ്ടി വരും. അവിടെ വിചാരണയെ നമ്മൾ നേരിടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി പോകാനായി സ്വർഗനരകങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ്. ആ സ്വർഗത്തിലെത്തിപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞുപോയ ആയുസ് കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ആലോചിക്കുക. ഇനി വേണ്ട രൂപത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, വരാനിരിക്കുന്ന മാസങ്ങളിൽ, വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മൾ എന്താണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിക്കുക. രണ്ടാമതായി, ഒരു കലണ്ടർ മാറി മറ്റൊരു കലണ്ടർ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് മരണത്തെ, മരണാനന്തര ജീവിതത്തെ ഓർക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി സമയത്തിൻ്റെ വില മനസ്സിലാക്കിയെങ്കിൽ മരണത്തെ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മരണചിന്തയെ അധികരിപ്പിക്കുക. നിങ്ങളെ നന്നാക്കാൻ, നിങ്ങളെ പരിശുദ്ധിപ്പെടുത്താൻ, നിങ്ങളുടെ ആയുസ് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ മരണചിന്തയെ നിലനിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവിൻ്റെ സർവ്വ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന ആ മരണമെന്ന വില്ലൻ, ആ മരണമെന്ന പ്രതിഭാസത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും മരണചിന്ത അധികരിപ്പിക്കുക. ഒരു വേള ദുനിയാവിലുള്ള നേട്ടങ്ങൾ നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനിയും നീ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നല്ല ഒരു ജോലി വേണ്ടേ, കൂടുതൽ സൗകര്യമുള്ളൊരു വീട് വേണ്ടേ, കൂടുതൽ സൗകര്യമുള്ളൊരു കാറ് വേണ്ടേ എന്ന് നമ്മളോട് മനസ്സ്, നമ്മുടെ ദേഹേച്ഛ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയണം. അല്ല, അതല്ല ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഞാൻ മരിച്ചു പോകേണ്ടവനാണ്. എൻ്റെ ഉറ്റവരും ഉടയവരും 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് 6 അടി മണ്ണിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഖബറിൽ അന്ധകാരമാണ്, ഇരുട്ടാണ്. അവിടെ ഞാൻ കാലാകാലങ്ങളോളം ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. അവിടെ എനിക്ക് കൂട്ടിനുള്ളത് എൻ്റെ അമലുകളും എൻ്റെ സൽപ്രവർത്തനങ്ങളും മാത്രമാണ്. പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കേണ്ടി വരും. എൻ്റെ ഓരോ സെക്കൻഡുകളും വിചാരണ ചെയ്യപ്പെടും. അവിടെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം മനസ്സിലുണ്ടാക്കിയെടുക്കുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, വല്ലാണ്ട് ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടം കുറയും. അപ്പോൾ നമ്മുടെ സമയത്തിന് ബർക്കത്തുണ്ടാകും. അപ്പോൾ ദുനിയാവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും പാരത്രിക ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, മരിച്ചു പോകേണ്ടവരാണ് എന്ന് നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മൾ ആ ചിന്തകളെ മറന്നുകൊണ്ട് ദുനിയാവിലെ സമ്പാദനത്തിന് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 24 മണിക്കൂറിൻ്റെ അധികവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. നമ്മളെന്തിനാ കൂടുതൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആലോചനകൾ, നമ്മുടെ ചിന്തകൾക്ക് വേണ്ടിയെല്ലാം സമയം നമ്മൾ കൂടുതലായി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്
നമ്മൾ മരിച്ചു പോകുമ്പോൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചു പോകേണ്ടി വരുന്ന, മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാൻ വേണ്ടിയുള്ള, മറ്റുള്ളവർക്ക് ചെലവഴിക്കുവാൻ വേണ്ടിയുള്ള സമ്പാദനത്തിന് വേണ്ടിയാണ് നമ്മുടെ സമയങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിലേക്ക് നമ്മൾ കടന്നു വന്നത് വലിയൊരു വീട് വയ്ക്കാനല്ല, വലിയൊരു കാറ് വാങ്ങാനല്ല, ഉയർന്ന ഒരു ജോലി വാങ്ങാനല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തിൽ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് പ്രവിശാലമായ അള്ളാഹുവിൻ്റെ റഹ്മത്തുകളുടെ 99 ഭാഗവും ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം ലഭിക്കണം. അതിനുവേണ്ടിയുള്ളൊരു പരീക്ഷണ ജീവിത കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലെ 1-ാമത്തെ വചനമുണ്ട്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, പക്ഷേ ആ ജനങ്ങൾ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ അവൻ്റെ ആവിഷ്കാലത്തിൽ ചെയ്തു പോയിട്ടുള്ള സകല കാര്യങ്ങളെയും കുറിച്ച് റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. റഹ്മാനായ റബ്ബാണ് അന്ന് വിചാരണ ചെയ്യുന്നത്. അവിടെ നമുക്കെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കൃത്യമായ കാര്യങ്ങൾ, കൃത്യമായ റിപ്പോർട്ട് നമ്മളവിടെ കൊടുക്കേണ്ടി വരുമെന്നുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ് ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളിൽ ഒരാളോടും തന്നെ പരലോകത്ത് വെച്ച് അള്ളാഹു സംസാരിക്കാതിരിക്കില്ല. എല്ലാവരോടും അള്ളാഹു സംസാരിക്കും. പരലോകത്ത് വെച്ച് എല്ലാവരോടും അള്ളാഹു സംസാരിക്കും. പക്ഷേ ആ സംസാരത്തിൻ്റെ പ്രത്യേകത എന്താ? ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. എന്നാൽ അള്ളാഹു അടിമയോട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംസാരം വിശദീകരിച്ചു കൊടുക്കാനും, അടിമ തിരിച്ചു മറുപടി റബ്ബിനോട് പറയുമ്പോൾ അടിമയുടെ സംസാരം വിശദീകരിച്ചു കൊടുക്കാനും ഒരു മധ്യവർത്തിയുമില്ല, ഒരു പരിഭാഷകനുമില്ല. നേർക്കുനേരെയാണ്. നേർക്കുനേരെ അള്ളാഹു അടിമയോട് സംസാരിക്കും. അടിമ നേർക്കുനേരെ മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥ പരലോകത്ത് വരുന്നുണ്ട്. ഫൽയൻദുറു അയ്മന മിൻഹു. അങ്ങനെ ആ അടിമ അവൻ്റെ വലതുഭാഗത്ത് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഒന്നും തന്നെ അവന് കാണാൻ കഴിയുകയില്ല. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ദുനിയാവിലെ ആയുസ്സിൽ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളും അവനവിടെ കാണാൻ കഴിയും. വയൻദുറു അശ്അമ മിൻഹു. അങ്ങനെ അവൻ ഇടതുഭാഗത്ത് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. അങ്ങനെ ആ ഇടതുഭാഗത്ത് നോക്കുമ്പോഴും മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളല്ലാതെ ഒന്നും തന്നെ അയാൾ കാണുന്നില്ല. വയൻദുറു ബൈന യദൈഹി. അങ്ങനെ അയാൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ഫലാ യറാ ഇല്ലൻ നാറ തിൽഖാഅ വജ്ഹിഹി. അവൻ്റെ മുന്നിൽ അവന് നരകത്തെ കാണാനായി കഴിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫത്തഖുൻ നാർ. ആകയാൽ നിങ്ങൾ നരകത്തെ, നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുക. വലൗ ബിശിക്രി തംറത്തിൻ. ഒരു കാരക്കയുടെ ചെറിയൊരു കീറെങ്കിലും റബ്ബിൻ്റെ മാർഗത്തിൽ നൽകിക്കൊണ്ട് നരകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എത്ര ആശയം ഉൾക്കൊള്ളുന്നൊരു വചനമാണ്! എത്ര ആശയം ഉൾക്കൊള്ളുന്നൊരു വചനമാണ്! വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കുമ്പോൾ ജീവിതത്തെ കാണാൻ കഴിയും, ആയുസ്സിനെ കാണാൻ കഴിയും, അതിലെ നന്മതിന്മങ്ങളെ കാണാൻ കഴിയും. മുന്നിലേക്ക് നോക്കുമ്പോൾ നരകമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ വന്നതിന് ശേഷം, ജീവിതമൊന്ന് മെച്ചപ്പെട്ടതിന് ശേഷം, ജീവിതാവസ്ഥയൊക്കെ മാറിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കാം. അത് സമ്പത്തിൻ്റെ രൂപത്തിലാണെങ്കിലും സമയത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ചെലവഴിക്കാമെന്ന പ്രതീക്ഷയിൽ പോകുന്ന ചില മനുഷ്യരെങ്കിലുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അവസരം ലഭിക്കുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ആ നരകം നിങ്ങൾക്ക് ആപത്താണ്. ആ നരകത്തിൽ കിടന്ന് നിങ്ങൾ വിലപിക്കേണ്ടി വരും, നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ആ ഉപമ നോക്കൂ. ഒരു കാരക്കയുടെ ചീള് അത് നിസ്സാരമായിട്ടാണ്. അതെങ്കിലും ഉടമപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവുകയില്ല. അങ്ങനെ ആ കാരക്കയുടെ ഒരു ചീള് കൊണ്ടെങ്കിലും നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇങ്ങനെ പോയാൽ മതിയാവുകയില്ല. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാകണമെന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരന്മാരെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായ ഒരു കലണ്ടർ മാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അന്ത്യനാൾ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2023 മാറി 24 ആയെങ്കിൽ ആ അന്ത്യനാൾ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സാഅ
ഹത്താ യതഖാറബ الزمان ലാ തഖൂമു الساعة അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യതഖാറബ الزمان കാലം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അപ്പോൾ അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് പറഞ്ഞതാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് പോലെ ഫീൽ ചെയ്യും. പണ്ടും 24 മണിക്കൂറാണ്, ഇപ്പോഴും 24 മണിക്കൂറാണ്. പണ്ടും മാസങ്ങൾ തീരാൻ നിശ്ചയിച്ച ദിവസങ്ങൾ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ മനുഷ്യന് പെട്ടെന്ന് പോകുന്നത് പോലെ തോന്നും. എത്രത്തോളം തോന്നും? എങ്ങനെ തോന്നും? ഒരു വർഷം ഒരു മാസം പോലെയും, ഒരു മാസം ഒരാഴ്ച പോലെയും, ഒരാഴ്ച ഒരു മണിക്കൂർ പോലെയും, ഒരു മണിക്കൂർ ഒരു പനമ്പട്ട കത്തിക്കരിയാൻ എടുക്കുന്ന സമയം എത്രയാണോ പെട്ടെന്ന് തന്നെ പനമ്പട്ട കത്തി തീരുമെന്ന് നമുക്കറിയാം. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാലം വരും. അങ്ങനത്തെ ഒരു കാലം വരും. അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പെട്ടെന്ന് പോകുന്നതായി നമുക്ക് തോന്നുന്നുവെങ്കിൽ അന്ത്യനാൾ നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ അന്ത്യനാളിൽ അതിഭയാനകരമായ ജീവിതാവസ്ഥകളെക്കുറിച്ച്, ഘട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഭയപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. കഴിഞ്ഞ കലണ്ടർ, കഴിഞ്ഞ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച കലണ്ടർ, അത് കൈപ്പറ്റിയ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാകും. ഇന്നലെ പോലെ തോന്നും സ്ഥാപനങ്ങളുടെ കലണ്ടർ നമ്മൾ ഏറ്റുവാങ്ങിയത്, അത് ചുവരിൽ തൂക്കിയത് ഇന്നലെ പോലെ നമുക്ക് തോന്നും. പലപ്പോഴും ദിവസവും മാസവും പെട്ടെന്ന് പോകുന്നതായി മനുഷ്യൻ സംസാരിക്കുന്നൊരു സന്ദർഭമാണ് റമദാൻ വരുമ്പോൾ. അടുത്ത റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ റമദാനിൽ നോമ്പെടുത്തതും ഇഫ്താറുകൾ സംഘടിപ്പിച്ചതും വൈജ്ഞാനികമായ ക്ലാസുകളുടെ സംഘാടകരായി മാറിയതും നമ്മുടെ മനസ്സിലിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അന്ത്യനാൾ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. 365 ദിവസങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലൂടെ നമ്മളിലൂടെ കൊഴിഞ്ഞു പോയതെങ്കിൽ നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി, നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്ത് കഴിഞ്ഞ വർഷം ചെയ്തു എന്നത് ഇനി വരാൻ പോകുന്ന നിമിഷങ്ങളിൽ ആലോചിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ 2023 ജനുവരി 1 മുതൽ ഡിസംബറിൻ്റെ ഈ അവസാന സമയം വരെ എടുത്ത് ഓരോ ദിവസവും പരിശോധിക്കണം. പരലോക രക്ഷത്തിന് വ്യക്തി എന്താ ചെയ്യാൻ കഴിഞ്ഞു? നന്മയുടെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നന്മയ്ക്ക് തടസ്സം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. എത്ര നന്മകൾ ചെയ്തതെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ, അതോ മനുഷ്യർ ഞാൻ വലിയൊരു ദീനീ പ്രവർത്തകനാണ് എന്ന് കാണാൻ വേണ്ടിയാണോ ചെയ്തതെങ്കിൽ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇനിയുള്ള ദിവസങ്ങളും ആ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യ മനസ്സുകളും നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചതെന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ, നോക്കിക്കൊള്ളട്ടെ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഓരോ ഖുതുബയിലും നമ്മൾ കേൾക്കാറുള്ള ആയത്താണ്. ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത്. ദുനിയാവിന് വേണ്ടിയല്ല, അത് നമ്മൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ടാകും. അടുത്ത തലമുറയെ മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള 3-4 തലമുറയുടെ ഭദ്രത അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. പക്ഷെ അതല്ല, നാളെ പരലോക ജീവിതത്തിന് വേണ്ടി, അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്നുള്ളത് ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഫർദുകളായിട്ടുള്ള ഒരുപാട് അമലുകൾ ചെയ്യാൻ ജീവിതത്തിൽ അവസരം ലഭിച്ചു. അതൊക്കെ പാഴാക്കാതെ അതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചു, ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ആലോചിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും മതം പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു, മതം പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അറിവുള്ളവരെന്ന നിലയിൽ മതം പഠിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ആ സാധാരണക്കാരെ മതം പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. അന്ധകാരത്തിലും അന്ധവിശ്വാസങ്ങളും കഴിഞ്ഞു പോകുന്ന സമൂഹത്തെ വെളിച്ചത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, അള്ളാഹുവിലേക്ക് വിളിക്കാനുള്ള ഒരുപാട് ദാവാ പ്രോജക്റ്റുകൾ നമ്മുടെ മനസ്സിൽ പോലും ഇരിക്കാതെ ആ ദാവാ പദ്ധതികൾ ആധിക്യം മൂലം നമ്മുടെ മനസ്സിൽ പോലും ഇരിക്കാതെ ഓരോന്നും കടന്നു പോകുന്നുണ്ട്. അതിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, വരും ദിവസങ്ങളിൽ ജീവിതം വളരെ ക്രിയാത്മകമായി
ഉപയോഗപ്പെടുത്താൻ, എൻ്റെ നാട്ടിലേത് നന്മ നടക്കുമ്പോഴും ഞാനുണ്ട്. എല്ലാ നന്മയുടെ പ്രവർത്തനങ്ങളും ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട്, ഇനി ഒന്നിനും സാധിച്ചില്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടെങ്കിലും ഒപ്പം ഞാനുണ്ട് എന്ന് പറയാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ പ്രാർത്ഥനയോടുകൂടി, റബ്ബിനെ ഭയന്നുകൊണ്ട്, അതിലേറെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹു നാം ഇവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ദുൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ജബ്ബാർ വൽ മുഹൈമിനുൽ ഗഫാർ വഗാഫിറിദ് ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബ് ഉസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു ശരിയായ വിശ്വാസത്തിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന സത്യവിശ്വാസികൾ എന്ന നിലയിൽ നാം ആലോചിക്കേണ്ട ചില ചിന്തകളാണ് ഒന്നാമത്തെ ഖുത്ബയിലൂടെ ഞാൻ പറഞ്ഞത്. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത്, ആയുസ് നീങ്ങിപ്പോകുക എന്നുള്ളത് ആഘോഷിക്കാനുള്ളതല്ല. ആയുസ് നീങ്ങിപ്പോവുക, മരണത്തോടടുക്കുക, അല്ലെങ്കിൽ അന്ത്യനാൾ അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊന്നും സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ളതല്ല. മറിച്ച് ഭയപ്പെടാനും അള്ളാഹുവിലേക്ക് വഴിപ്പെടാനുമുള്ളതാണ് എന്നത് മനസ്സിലാക്കുക. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. പുതുവത്സര ആഘോഷങ്ങൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ 1-ാമത്തെ അധ്യായത്തിൽ നിരന്തരമായി നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തിൽ വലദ്ദാലീൻ എന്ന് പറഞ്ഞ ആ വിഭാഗം ക്രൈസ്തവ സമൂഹം കൊണ്ടുവന്നതാണ് പുതുവത്സര ആഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകമായി കേക്ക് മുറിക്കാനോ, കഴിഞ്ഞ ഖുതുബയിൽ ക്രിസ്മസിനെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ ആഘോഷ പരിപാടിയിലൊന്നും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ഞാനില്ല എന്നും എൻ്റെ കുടുംബം, സർവോപരി മക്കളില്ല എന്നും ഉറപ്പുവരുത്തുക. എത്രയെത്ര അപകടങ്ങളാണ് പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വാഹനാപകടങ്ങൾ, അല്ലാതെയുള്ള മറ്റാക്രമണങ്ങളിലൂടെ മദ്യവും മറ്റ് ലഹരികളും ഒഴുക്കുകയാണ്. പെണ്ണിനെ വിൽപ്പന ചരക്കാക്കുന്ന പ്രത്യേകമായ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദിവസമാണത്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്ന സമയമാണ്. അവിടെ അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഒരുപാട് ആളുകൾക്ക് പിടിച്ചു വയ്ക്കുകയും നമുക്ക് എണ്ണം നോക്കാതെ നൽകുകയും ചെയ്തതാണ് മക്കൾ. ആ മക്കളെ ആ ദിവസങ്ങളിൽ നല്ലത് പറഞ്ഞ് സ്നേഹത്തോടെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിലോ ഇനിയുള്ള ജീവിതത്തിൽ ഒരു വേള അവൻ്റെ കൂടെ അവൻ്റെ മക്കൾ വേണ്ട എന്ന് റബ്ബ് തീരുമാനിച്ചാൽ സങ്കടക്കടലായിരിക്കും നമ്മുടെ ജീവിതം, സങ്കടക്കടലായിരിക്കും. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെയെന്നൊക്കെ നിസാരമായി കാണുന്ന ആളുകളുണ്ടാകും. ഇത് ദീനാണ്. ദീന് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാനുള്ളതല്ല, നമ്മുടെ ഇഷ്ടത്തിന് ചിട്ടപ്പെടുത്താനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹിയിലൂടെ പഠിപ്പിച്ചു തന്നതാണ് ആ ദീൻ. ആ പ്രവാചകൻ ആഘോഷിക്കാൻ പറഞ്ഞത് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. ആ പ്രവാചകൻ സന്തോഷിക്കാൻ പറഞ്ഞ നിമിഷങ്ങളിൽ സന്തോഷിക്കാൻ കഴിയണം. ആഘോഷിക്കാൻ പറയാത്ത ഘട്ടങ്ങളിൽ ആഘോഷിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പറയാത്ത ഘട്ടങ്ങളിൽ സന്തോഷിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെട്ട് പ്രവാചക ചര്യ പിൻപറ്റിക്കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രതാപത്തോടുകൂടി, ഇസ്സത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരാശ്വാസം ജീവിതത്തിലുണ്ടാവുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുമല്ലോ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നല്ലോ എന്ന ഒരു ആശ്വാസം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും ഇരയായ മതസമൂഹത്തിൻ്റെ ആഘോഷങ്ങളെ നമ്മൾ ഏറ്റുപിടിച്ച് ഏറ്റവും കൂടുതൽ എല്ലാ ആഘോഷങ്ങളും, അനിസ്ലാമികമായ ആഘോഷങ്ങളെല്ലാം ഗംഭീരമാക്കാൻ ഇന്ന് മുസ്ലിം സമുദായം, മുസ്ലിം നാമധാരികളാണ് മുന്നിലുള്ളത് എന്നത് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ പ്രബോധകരെന്ന നിലയിൽ വലിയൊരു ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്.
അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങളിലൂടെ നമുക്ക് കഴിയുന്ന സാഹചര്യങ്ങൾ മെസ്സേജിലൂടെ ആയാലും നേരിട്ടുള്ള സംസാരത്തിലൂടെ ആയാലും ഇത്തരം ആഘോഷങ്ങൾക്കെതിരെയുള്ള ശക്തമായ സംസാരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. തിന്മയെ തടയാൻ നമുക്ക് കഴിയണം, നന്മയെ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി മാസം നടക്കുന്ന പ്രൗഢഗംഭീരമായ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നമ്മുടെ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം നമ്മൾ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയും ആളുകളെ അവിടെ എത്തിക്കുകയും അന്ധകാരത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ആളുകളെ ശരിയായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊരു കണ്ണിയായി പ്രവർത്തിക്കണമെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം പെരുങ്കുളം, നമ്മുടെ തൊട്ടടുത്തുള്ള പെരുങ്കുളം അൽ ബുർഹാൻ സ്ഥാപനമിരിക്കുന്ന ജംഗ്ഷൻ, പെരുങ്കുളം ജംഗ്ഷനിൽ തസ്ഫിയ സമ്മേളനം നടക്കുകയാണ്. പാലാങ്കണം ശാഖയുടെ തസ്ഫിയ സമ്മേളനം. ബഹുമാനായ പണ്ഡിതൻ സഈദ് ബാക്കവിയുടെ ഒരാദർശ വിശദീകരണ സംസാരം അതിലുണ്ട്. നമ്മളെല്ലാവരും ഈ മസ്ജിദിൽ കൂടിയവരെല്ലാവരും അന്നേ ദിവസം നമ്മുടെ എല്ലാ ജോലിയും എല്ലാ കാര്യങ്ങളും വളരെ നേരത്തെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ആ സദസ്സിലുണ്ടാവുകയും ആ സദസ്സിൻ്റെ പ്രൗഢഗംഭീരമായ സദസ്സ് കണ്ട് സാധാരണക്കാർക്ക് കൂടി അതിലേക്ക് വന്നിരിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണം. അള്ളാഹു നാം ഇവരെയും സഹായിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ, വീഴ്ചകൾ നാവുകൊണ്ടും മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. റബ്ബേ, നീ ഗഫാറാണ് അള്ളാഹുവെ. നിൻ്റെ മാഫുറത്ത് കൊണ്ട് അതെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ അള്ളാഹുവെ. ശിഷ്ടജീവിതം നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും നിൻ്റെ അതാണ് എൻ്റെ മതമെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തൗഫീഖ് അള്ളാഹുവെ നിൻ്റെ പക്കൽ നിന്ന് നൽകണമേ അള്ളാഹുവെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹുവെ, നീ അവർക്കെല്ലാവർക്കും ശിഫ നൽകണമേ അള്ളാഹുവെ. നിൻ്റെ ദീന് പഠിച്ചും ആ ദീന് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശിഷ്ടകാലം നീ തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവെ നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب قريب يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.